ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കണ്ടെത്താനുള്ള ദൗത്യം ഇന്ന് പുനരാരംഭിക്കും. കഴിഞ്ഞ കുറേ നാളുകളായി ധാരാളം പ്രേക്ഷകർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്, അർജുനെ കണ്ടെത്താനുള്ള നിങ്ങളുടെ ദൗത്യം വിട്ടോ? അങ്ങനെ നമ്മൾ വിടില്ലല്ലോ. ആ ദൗത്യം പൂർണ്ണമാകുന്നത് വരെ ഒന്നുകിൽ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള യെസ് അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടുള്ള നോ അത് നമുക്ക് കിട്ടണം. അത് കിട്ടുന്നത് വരെ റിപ്പോർട്ടറിൻ്റെ വാർത്താസംഘം ഷിരൂരിൽ തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഗംഗാവലി പുഴയിൽ നാവികസേന ഇന്ന് പരിശോധന നടത്തും. സോണാർ പരിശോധനയെ അടക്കം നടത്താനാണ് നാവികസേനയുടെ നീക്കം. ഇന്നലെ നടത്തിയ പരിശോധനയിൽ കൂടുതൽ സ്ഥലങ്ങളിൽ നിന്നും സിഗ്നലുകൾ ലഭിച്ചിരുന്നു. ഈ സ്ഥലം കേന്ദ്രീകരിച്ചാവും വിശദമായ പരിശോധന. സോണാർ പരിശോധനയിലൂടെ ട്രക്കിൻ്റെ സ്ഥാനം കൃത്യമായി കണ്ടെത്തിയതിനു ശേഷമാകും ഡൈവർമാർ പുഴയിലേക്ക് ഇറങ്ങുക. നദിയിലെ ജലനിരപ്പ് താഴ്ന്നതിനോടൊപ്പം കുത്തൊഴുക്കിനും കുറവുണ്ട് എന്നാണ് നാവികസേന നടത്തിയ പരിശോധനയിൽ വ്യക്തമായത്. ഇന്നലെ വൈകുന്നേരം ഉത്തര കന്നഡ ജില്ലാ കളക്ടർ, SP, നാവികസേന ഉദ്യോഗസ്ഥർ എന്നിവർ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. ഷിരൂരിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി AK അഭിലാഷും സംഘവും രഞ്ജിത്ത് മന്നിപ്പാടിയും ചേരുന്നുണ്ട്. AK അഭിലാഷിലേക്ക് നമുക്കൊന്ന് പോയി വരാം. AK അഭിലാഷ്, ഇപ്പോൾ നിൽക്കുന്നത് ഗംഗാവലി പുഴയുടെ അടുത്താണോ? എന്താണ് ഇവിടെയുള്ള കാഴ്ചകളൊന്ന് പ്രേക്ഷകരെ വിശദമാക്കൂ. നമ്മൾ ദൗത്യത്തിൻ്റെ ആദ്യഘട്ടം അവസാനിപ്പിച്ച് മടങ്ങുമ്പോഴുള്ള അവസ്ഥയല്ല ഗംഗാവലി പുഴയ്ക്കെന്നറിയുന്നു. ഇപ്പോൾ കുറച്ച് തെളിഞ്ഞിട്ടുണ്ട്. തെളിനീരൊഴുക്ക്, കുത്തൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. 3 നോട്ട്സിലേക്ക് ഒഴുക്ക് കുറഞ്ഞാൽ നാവികസേനയിലെ സ്കൂബ ഡൈവർമാർക്ക് അവിടെ ഇറങ്ങാൻ സാധിക്കും. നമ്മൾ അന്ന് കണ്ട കാഴ്ചകളൊക്കെ ഇന്ന് കുറച്ചുകൂടി വ്യക്തമായി കാണാൻ സാധിക്കുന്നു. ആ കാഴ്ചകളൊക്കെ പ്രേക്ഷകരെ ഒന്ന് കാട്ടിക്കൊടുക്കൂ. അവർക്ക് ആ സ്ഥാനങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് എവിടെയാണ് ഇന്നിപ്പോൾ നാവികസേനയുടെ പരിശോധന നടക്കുന്നത് എന്നുകൂടി പ്രേക്ഷകരെ ഒന്ന് വിശദമായി വ്യക്തമാക്കൂ ശ്രീ AK അഭിലാഷ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. നീണ്ട അനിശ്ചിതത്വങ്ങൾക്ക് ശേഷമാണ് ഈ ഷിരൂർ മണ്ണിടിച്ചിലിൽ ദുരന്തത്തിൽപ്പെട്ട കാണാതായ 3 പേർക്കായുള്ള തെരച്ചിൽ ഇന്ന് പുനരാരംഭിക്കുന്നത്. നമുക്ക് കാണാം, ഗംഗാവലി പുഴയിൽ കാണാം രൗദ്രഭാവം പൂർണ്ണമായും വെടിഞ്ഞിരിക്കുന്നു. ശാന്തമായി ഒഴുകുന്ന ഒരു പുഴയാണ്, തെളിഞ്ഞൊഴുകുന്നു. അതോടൊപ്പം തന്നെ ജലനിരപ്പ് താഴ്ന്നിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് പുഴയിലെ ഈ കുത്തൊഴുക്ക് എന്ന് പറയുന്നത് ഏതാണ്ട് സാധാരണ നിലയിലേക്ക് 3 നോട്ടിൽ താഴേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള വ്യക്തമായ വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ വരുന്നത്. അതായത് ഈ പുഴയിൽ ഏത് തരത്തിലുള്ള തിരച്ചിലിനും സാധ്യമാവുന്ന നിലയിലേക്ക് ജലനിരപ്പ് താഴ്ന്നിരിക്കുന്നു, ഒഴുക്ക് കുറഞ്ഞിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ഏതാണ്ട് മൺതിട്ടകളൊക്കെ പൂർണ്ണമായും കാണുന്ന തരത്തിലാണ് ഇപ്പോൾ ഗംഗാവലി പുഴയുള്ളത്. അതായത് പരിശോധനയ്ക്ക് ഏത് സാഹചര്യത്തിലാണെങ്കിലും പരിശോധന നടത്താൻ കഴിയും. നാവിക സംഘം ഏതാണ്ട് 9 മണിയോട് കൂടി തന്നെ ഇവിടെ എത്തും. ട്രക്കിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് കൃത്യമായി കണ്ടെത്തിയാൽ അവിടെ സ്കൂബ ഡൈവേഴ്സ് ഇറങ്ങിക്കൊണ്ടുള്ള ഒരു പരിശോധന തന്നെ ഒരു പക്ഷേ രാവിലെ തന്നെ നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്കായിരിക്കും എത്തുക. ഇത് ഔദ്യോഗികമായി തീരുമാനിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. ഏതായാലും നാവികസേന 9 മണിയോട് കൂടിയാണ് ഇവിടെ എത്തുക. അതിനുശേഷം ഇവിടെ സോണാർ പരിശോധന നടത്തും. അതിനുശേഷം ട്രക്ക് എവിടെയാണ്, അതോടൊപ്പം തന്നെ മറ്റ് ഏതെങ്കിലും ഭാഗങ്ങളുണ്ടോ എന്നൊക്കെ കണ്ടെത്തി പരിശോധന നടത്തിയതിനു ശേഷം അത് കൃത്യമായി ലൊക്കേറ്റ് ചെയ്തതിനു ശേഷമായിരിക്കും അടുത്ത നടപടിയിലേക്ക് കടക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ജിതിൻ നമുക്ക് ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. അർജുൻ്റെ ബന്ധുക്കളൊക്കെ ഇവിടെ എത്തും, അല്പസമയങ്ങൾക്കകം തന്നെ എത്തും. അതിന് മുമ്പ് തന്നെ ജിതിൻ ഇവിടെ എത്തുകയും ചെയ്തിട്ട് ജിതിനോട് കാര്യങ്ങൾ നേരിട്ട് തന്നെ ചോദിക്കാം. ജിതിൻ, എന്താണ് നിങ്ങൾക്ക് ജില്ലാ ഭരണകൂടത്തിൽ ലഭിച്ചിരിക്കുന്ന അറിയിപ്പ്? ഇന്ന് തെരച്ചിൽ നേവി ഇറങ്ങും എന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അല്ല, അതിനപ്പുറം നമുക്ക് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. ഈ ഒഴുക്കിനെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരം, പോസിറ്റീവായിട്ടുള്ള മറ്റു വിവരങ്ങൾ എന്തെങ്കിലും? ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇൻഫർമേഷൻ. കറക്റ്റ് എത്രയായിട്ട് ഉണ്ടെന്നുള്ളതൊരു അറിവില്ല. ഒഴുക്ക് കുറവുണ്ട്, അത് അവർ ഇന്നോട് ഒന്ന് റീകൺഫേം ചെയ്തിട്ട് പുനഃ നടപടികൾ എടുക്കുമെന്നാണ് പറഞ്ഞത്. ജില്ലാ ഭരണകൂടം ഇന്നലെ നേരിട്ട് തന്നെ സംസാരിക്കാം. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത് ഗംഗാവലി പുഴയിലെ ഒഴുക്ക് കുറഞ്ഞ് തെളിനീരൊഴുക്കായി മാറിയിരിക്കുന്ന ഗംഗാവലി പുഴയാണ്. അവിടെ ആ ക്ലോസ് ഷോട്ടുകൾ എനിക്കൊന്ന് രഞ്ജിത്ത് മന്നിപ്പാടി ഒന്നുകൂടി ആ ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകരെ കാണിച്ചാൽ 8ഓളം ചെറിയ ചെറിയ മൺകൂനകൾ പ്രേക്ഷകർക്ക് ഗംഗാവലി പുഴയിൽ കാണാം. നമ്മൾ അന്ന് കാണുമ്പോൾ 1-2 മൺകൂനകളാണ് പ്രധാനമായും തെളിഞ്ഞു കണ്ടിരുന്നത്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഗംഗാവലി പുഴയുടെ തീരത്തുള്ള ഈ അപകടം നടന്ന സ്ഥലത്തിൻ്റെ ഒടുവിലത്തെ ദൃശ്യങ്ങളാണ്. ഇതിൽ ഇന്നിപ്പോൾ പുലർച്ചെ കാണുന്ന ദൃശ്യം ഇതാണ്. അപ്പോൾ ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ട്, തെളിനീരൊഴുക്കായി മാറിയിരിക്കുന്നു. വിസിബിലിറ്റിയുടെ കാര്യത്തിലും മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗംഗാവലി പുഴ ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ ഒഴുകുമ്പോൾ തീർച്ചയായും ശാന്തമായി ഒഴുകുന്ന പുഴയിൽ ഇതാണ് ഇറങ്ങാൻ ഏറ്റവും നല്ല സമയം. അടുത്ത 1-2 ആഴ്ച കഴിഞ്ഞാൽ വീണ്ടും ന്യൂനമർദ്ദപാത്തി രൂപപ്പെടും. വീണ്ടും പശ്ചിമഘട്ടത്തിൽ കനത്ത മഴയുണ്ടാവും. അക്കരക്കര പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് പഴയ ദൃശ്യങ്ങളും പുതിയ ദൃശ്യങ്ങളും നമുക്ക് കാണിച്ചു കൊടുക്കാം. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്നത് പ്രേക്ഷകർക്ക് മനസ്സിലാവുകയും ചെയ്യും. ഇപ്പോൾ ആ പ്രദേശം, ഇത് പഴയ ദൃശ്യങ്ങളാണ്. പഴയ ആകാശ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാം വലിയ ഒഴുക്ക് ആ ഭാഗത്ത് കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ ആ ഭാഗം തെളിഞ്ഞാണ് കാണുന്നത്. നമുക്കൊപ്പം ജിതിൻ ചേരുന്നുണ്ട്. അർജുൻ്റെ സഹോദരി ഭർത്താവാണ് ജിതിൻ. ഗുഡ് മോർണിംഗ്. ജിതിനും അഭിജിത്തും ഇന്നലെ പുറപ്പെട്ട വിവരം ഞാൻ അറിഞ്ഞിരുന്നു. ജിതിൻ ഇപ്പോൾ എന്തായാലും അവിടെ എത്തിച്ചേർന്നു.